Hi all, this is Deepam. ഇന്നിപ്പോൾ ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് ഒരു ആൻഡ്രോയിഡ് മൊബൈൽ ഉണ്ടെങ്കിൽ നമ്മൾക്ക് ഒരു യൂട്യൂബ് ചാനലിലേക്കുള്ള എല്ലാ സംഭവങ്ങളും എങ്ങനെയാണ് എഡിറ്റ് ചെയ്യുക, എല്ലാം ഒരു ആൻഡ്രോയിഡ് ഫോൺ ഉണ്ടെങ്കിൽ തന്നെ എല്ലാ കാര്യങ്ങളും അതിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. അതോടുകൂടി തന്നെ നമുക്ക് ഒരുപാട് ടൈം സേവ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു ഇത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. പലരും ചെയ്യുന്നത് ചിലപ്പോൾ ക്യാമറയും PC ഒക്കെ വെച്ചിട്ട് തന്നെയായിരിക്കും, ലാപ്ടോപ്പൊക്കെ വെച്ചിട്ട് തന്നെയായിരിക്കും. പക്ഷേ എനിക്ക് വളരെ കംഫർട്ടബിളായിട്ട് തോന്നുന്നത് മൊബൈൽ, കാരണം സമയം സേവ് ചെയ്യുകയും ചെയ്യാം, നമുക്കൊരു പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുകയും ചെയ്യും. കാരണം ഒറ്റയ്ക്ക് തന്നെ ഹാൻഡിൽ ചെയ്യുന്നത്. ഇപ്പോൾ എന്നെപ്പോലെ ഇപ്പോൾ നമ്മൾക്ക് റെക്കോർഡ് ചെയ്യുക, നമ്മുടെ വീഡിയോ റെക്കോർഡ് ചെയ്യുക, അതോടുകൂടി തന്നെ എഡിറ്റ് ചെയ്യുക, പിന്നെ അതിൽ അപ്ലോഡ് ചെയ്യുക, അപ്പോൾ സിസ്റ്റത്തിൽ മാറിയിരിക്കുക ഒന്നും വേണ്ട. നമുക്ക് ഇതിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, റെക്കോർഡ് ചെയ്യുകയും ചെയ്യാം, വീഡിയോ എഡിറ്റ് ചെയ്യാൻ ഞാൻ യൂസ് ചെയ്യുന്ന വീഡിയോ പിന്നെ ഒരു വീഡിയോ ഷോ പിന്നെ വീഡിയോ മേക്കർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇത് തന്നെയാണ്. ഇത് എനിക്ക് വളരെ കംഫർട്ടബിളായിട്ട് തോന്നി. ഇതാണ് ഞാൻ ഉപയോഗിക്കുന്ന വീഡിയോ മേക്കർ. അപ്പോൾ ഇതിൽ എനിക്ക് വീഡിയോ എഡിറ്റ് ചെയ്തതിന് ശേഷം ഇതിൽ തന്നെയാണ് ഞാൻ യൂട്യൂബ് ആപ്പ് വഴി തന്നെയാണ് ഞാൻ ഗൂഗിൾ ക്രോമിലോ ഒന്നും തന്നെ പോകാറില്ല. എൻ്റെ പിന്നെ ചാനലിലുള്ള ആ യൂട്യൂബ് ആപ്പിൽ പോയിട്ട് തന്നെയാണ് ഞാൻ ചെയ്യണത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യുക, യൂട്യൂബ് ആപ്പ് ഓണാക്കുക. ഓക്കെ, ഇപ്പോൾ ഇതിൽ ഞാൻ സൈൻ ഇൻ ചെയ്തിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇതെൻ്റെ ചാനലിൻ്റെ എംബ്ലം ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ യുവർ ചാനൽ എന്നുള്ള ഓപ്ഷൻ എടുക്കാം നമുക്ക്. എന്നിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക, ഈ ഒരു ബട്ടണാണ് പ്രസ് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും, രണ്ട് ഓപ്ഷൻസ് കാണാൻ പറ്റുന്നുണ്ടാവും, റെക്കോർഡും ഗോ ലൈവും. ഇപ്പോൾ എലിജിബിലിറ്റി കിട്ടിയവർക്കാണെങ്കിൽ ലൈവായിട്ട് ചെയ്യാം, റെക്കോർഡ് ചെയ്യണമെങ്കിൽ അങ്ങനെ റെക്കോർഡ് ചെയ്തിട്ട് അതേപോലെ ചെയ്യാം. അല്ല നമുക്ക് കുറച്ചും കൂടി കംഫർട്ടബിളായിട്ട് തോന്നണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഓൾറെഡി ചെയ്ത് വെച്ച വീഡിയോസ് ഉണ്ടായിരിക്കും. അപ്പോൾ റെക്കോർഡ് ചെയ്ത വീഡിയോസ് തന്നെ എഡിറ്റ് ചെയ്ത് വെച്ച വീഡിയോസ് നമുക്ക് ഏതാ വേണ്ടത് വെച്ചെങ്കിൽ അത് നമുക്ക് സെലക്ട് ചെയ്യാം. അത് സെലക്ട് ചെയ്തതിന് ശേഷം ഡയറക്റ്റ്ലി ഇങ്ങോട്ട് വരും. എന്നിട്ട് നമുക്ക് ഇതിവിടെ അഡ്ജസ്റ്റ് ചെയ്യാം. ഇപ്പം ഞാനൊക്കെ പക്ക അവിടെ തന്നെ എൻ്റെ വീഡിയോ എഡിറ്റർ വഴി ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫുള്ളായിട്ട് ഉപയോഗിക്കാറുണ്ട്. പക്ഷേ ഇവിടെ തന്നെ അതൊന്ന് ലെങ്ത്ത് മാറ്റാനോ ഒക്കെ ഉള്ള സംഭവങ്ങളല്ലാണ്ട്. അപ്പോൾ ഇവിടെ നമുക്കത് പ്ലേ ചെയ്ത് നോക്കുകയും ചെയ്യാം എന്താണ്, അതായത് ട്രയലാണോ ഒറിജിനലാണോ ഒക്കെ ചെക്ക് ചെയ്യുകയും ചെയ്യാം. അതിന് ശേഷം നമുക്ക് ഇവിടെ എന്താണെന്ന് വെച്ചാൽ ടൈറ്റിലും ഡിസ്ക്രിപ്ഷനും ഈ 3 പ്രൈവസി സെറ്റിങ്സ് 3 മാത്രമേ ഇതിലുള്ളൂ. എന്നിട്ട് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ അപ്ലോഡ് എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്യുകയാണ്. ഈ അപ്ലോഡ് ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് അപ്ലോഡ് ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ ഇങ്ങനെ വരും. അപ്പോൾ ഇപ്പോൾ എനിക്കത് ആവശ്യമില്ലാത്തതുകൊണ്ട് ഞാൻ ഡിലീറ്റ് ചെയ്യുകയാണ്. കാരണം ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്ത വീഡിയോ ആണ്. അപ്പോൾ അങ്ങനെ അപ്ലോഡ് കൊടുത്തു കഴിഞ്ഞാൽ അതിലേക്ക് അപ്ലോഡിങ്, അപ്പോൾ പ്രോസസ്സിങ് വന്നുകൊണ്ടിരിക്കും. അത് അവിടെ അങ്ങനെ അപ്ലോഡിങ് നടന്നുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മളിപ്പോൾ ആകെ ചെയ്തിട്ടുള്ളൂ ടൈറ്റിൽ ഇത് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ഇനിയും കുറേ കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട്. അതിൽ തംബ്നെയിൽ കൊടുക്കാനുണ്ട്, ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പോൾ അത് അവിടെ അപ്ലോഡിങ് അല്ലെങ്കിൽ ആ പ്രോസസ്സിങ് നടക്കുന്ന സമയം തന്നെ അത് എന്താ പറയുക, പ്രോസസ്സിങ് കഴിഞ്ഞിട്ട് അപ്ലോഡ് ചെയ്യുന്ന പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുമല്ലോ. ആദ്യം ഒന്ന് പ്രോസസ്സ് ചെയ്തിട്ട് പിന്നെയാണത് ഇങ്ങനെ 17% എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ അപ്ലോഡിങ് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ അങ്ങനെ കുറച്ച് സമയമായി കഴിഞ്ഞാൽ, കുറച്ച് ഒരു ഹാഫൊക്കെ ആയിട്ട് നമ്മുടെ അപ്ലോഡ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ YT സ്റ്റുഡിയോയിൽ പോവാം. YT സ്റ്റുഡിയോ എന്നുള്ള ആപ്പ് ഞാൻ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. അതും വളരെ കംഫർട്ടബിളാണ് എനിക്ക്. അപ്പോൾ ഒരു പെട്ടെന്ന് എന്തെങ്കിലും ഒന്ന് നോക്കണമെങ്കിൽ പെട്ടെന്ന് PCയോ ലാപ്ടോപ്പോ ഒന്നും എനിക്ക് എടുക്കേണ്ട ആവശ്യമില്ല. എന്നിട്ട് ലേറ്റസ്റ്റ് വീഡിയോ പെർഫോമൻസിൻ്റെ അവിടെ വന്നിട്ടുണ്ടാവും. കാരണം കുറച്ച് അപ്ലോഡ് ആയി കഴിഞ്ഞാലാണ് ഇത് വരാറുള്ളൂ. അപ്പം കുറച്ച് സമയം ആ ഒരു ഇട്ട ഉടനെ നമുക്കിപ്പോൾ എന്താ പറയുക, നമ്മൾ സാധാരണ PCയിൽ ചെയ്ത പോലെ തന്നെ അപ്ലോഡ് ചെയ്ത ആ ക്ഷണം തന്നെയല്ല, നമ്മളത് അപ്ലോഡ് ചെയ്ത് മിനിമൈസ് ചെയ്ത് കുറച്ച് കഴിഞ്ഞിട്ട് ഇവിടെ വന്ന് നോക്കിക്കഴിഞ്ഞാൽ ലേറ്റസ്റ്റ് വീഡിയോ പെർഫോമൻസ് ഇവിടെ കാണാൻ പറ്റും. ഇതിൽ പോയിട്ട് നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ എഡിറ്റ് ചെയ്യാം. പിന്നെ ഇവിടെ നിന്നുള്ള കാര്യങ്ങൾ ഏകദേശം PC-ആയിട്ട് സെയിം തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റുന്നുണ്ടാവും. എങ്കിലും ഞാൻ പറയും, ബട്ടണിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ എഡിറ്റ് ചെയ്യാനുള്ളതാണ്. ഇപ്പോൾ ഇവിടെ നമുക്ക് ടൈറ്റിൽ, ഡിസ്ക്രിപ്ഷൻ, പ്രൈവസി സെറ്റിങ്സ് നമ്മൾ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. പ്ലേലിസ്റ്റ് ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം, ടാഗ്സ്, എല്ലാ സംഭവങ്ങളും ഇവിടെ തന്നെ ചെയ്യാം, അഡ്വാൻസ്ഡ് സെറ്റിങ്സിലോ. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണോ എഡിറ്റിംഗ് ഇവിടെ ചെയ്യേണ്ടത് അത് നമുക്ക് എഡിറ്റ് ചെയ്തിട്ട് സേവ് കൊടുത്തു കഴിഞ്ഞാൽ എവറിത്തിങ് വിൽ ബി ഓക്കെ. അപ്പോൾ ഇനി ഇത്
ഇതിപ്പോൾ നമ്മൾ തമ്പനെയിലൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഈ കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ പബ്ലിഷ് ആവുന്ന സമയം ആവുമ്പോഴേക്കും ഇതെല്ലാം റെഡി ആയിട്ടുണ്ടാവും. അപ്പോൾ ഇത് വളരെ ഈസി ആണ്, വളരെ കംഫർട്ടബിൾ ആണ്. അപ്പോൾ തീർച്ചയായും ഇതെല്ലാവർക്കും, പ്രത്യേകിച്ചും പുതിയ തുടങ്ങിയ ചാനൽ തുടങ്ങിയ ഉടനെയൊന്നും ഇപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ഇപ്പോൾ നമ്മളുടെ ടെക്നിക്കൽ ഹെൽപ്പൊന്നും ഇല്ലാത്തൊരവസ്ഥയാണെങ്കിൽ, ഇപ്പോൾ നമ്മൾ ഹെൽപ്പ് ചെയ്യാണ്ടെങ്കിൽ ഓക്കെ, പക്ഷേ ഭൂരിപക്ഷം ആൾക്കാരും എല്ലാം ഒറ്റയ്ക്ക് തന്നെ മാനേജ് ചെയ്യുന്നവരാണെന്ന് എനിക്കറിയാം, എന്നെ പോലെ തന്നെ. അപ്പോൾ അങ്ങനെ ചെയ്യുന്നവർക്കും ഇപ്പോൾ വളരെ കുറച്ച് സമയം കൊണ്ട് നമുക്കിതെല്ലാം സക്സസ്ഫുള്ളായിട്ട് ചെയ്യാൻ പറ്റും. അപ്പം ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്യുക. ഐ തിങ്ക് ദിസ് വീഡിയോ ഈസ് വെരി യൂസ്ഫുൾ ഫോർ യു. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, സോ താങ്ക്സ് ഫോർ വാച്ചിങ്.